Hi guys, welcome to our channel Trek 80 Stories. സോ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണത്. നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് മൂവി റിലേറ്റഡ് വീഡിയോസും അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ട്രാവൽ വീഡിയോസും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓണർ റിലീസ് ആയിട്ടുള്ള മലയാള സിനിമയുടെ റിവ്യൂ ആണ്. ആദ്യം ഞങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ജിഷ്ണു. എന്റെ പേര് അമൽ. ജിതിൻ. നമ്മളിന്ന് പറയാൻ പോകുന്നത് ടൊവിനോയുടെ 50ാമത്തെ ചിത്രമായ ARM അഥവാ അജയന്റെ രണ്ടാം മോഷണത്തെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അജയന്റെ രണ്ടാം മോഷണം ARM ഇറ്റ്സ് എ മലയാളം ആക്ഷൻ അഡ്വഞ്ചർ മൂവി ഡയറക്റ്റഡ് ബൈ ജിതിൻ ലാൽ. ജിതിൻ ലാൽ ആണ് ഡയറക്ടർ. ജിതിൻ ലാലിനെ പറ്റി പറയുകയാണെങ്കിൽ ആളെ ആദ്യത്തെ സംവിധാനം ചെയ്യുന്ന മൂവി ആണെങ്കിൽ കൂടി ബേസിൽ ജോസഫിന്റെ ഒക്കെ അസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതിന്റെ എക്സ്പീരിയൻസ് നമുക്ക് നല്ല രീതിയിൽ ഈ പടത്തിൽ കാണാൻ സാധിക്കും. അത്ര അടിപൊളിയായിട്ട് ഡെബ്യൂ മൂവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല, അത്രയും നല്ല രീതിയിൽ തന്നെ പുള്ളി അത് എടുത്തിട്ടുണ്ട്, ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബജറ്റ് വന്നിട്ടുള്ളത് 30 crore 30 കോടി. അത് പുറത്താവുന്ന രീതിയിൽ തന്നെയാണ് ഈ പടം എടുത്തിട്ടുള്ളത്. ഒരു രൂപ പോലും ഒരു വെറുതെ വേസ്റ്റ് ആയി കളഞ്ഞിട്ടില്ല. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓരോ ക്രൗഡ് വരുന്ന സീനുകളും ഈ ആൾക്കൂട്ടം എല്ലാം അതേപോലെ തന്നെ ഓരോ സീനുകളും അത് നമുക്ക് കാണാൻ പറ്റും. പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫനും അതുപോലെ തന്നെ സക്രിയ തോമസും കൂടിയിട്ടാണ് പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത്. അതുപോലെ റൈറ്റർ വന്നിട്ട് സുജിത് നമ്പ്യാറാണ്. അതുപോലെ അഡീഷണൽ സ്ക്രീൻ പ്ലേ ബൈ ദീപു പ്രദീപിനെ പറ്റി പറയുമ്പോൾ മറ്റേ കുഞ്ഞിരാമായണം അതിന്റെയൊക്കെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ആളാണ് ദീപു. അതുപോലെ സിനിമാറ്റോഗ്രാഫി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സിനിമാറ്റോഗ്രാഫി. അത് നമ്മുടെ ജോമോണ്ടി ജോണാണ്. നമ്മളെ തിര, തട്ടത്തിമറയത്ത്, ബ്യൂട്ടിഫുള്ള്, അയാള് ഞാൻ തമ്മില് അങ്ങനെ ഒരുപാട് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ള അത് കഴിഞ്ഞിട്ട് ആള് ഹിന്ദിയിലും ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇപ്പൊ മലയാളത്തേക്ക് വീണ്ടും വന്നോക്കാണ്. അടിപൊളിയാണ്. അതില് സ്കൈ ഷോട്ട്സ് ഉണ്ട്, കുറച്ച് ഡ്രോൺ ഷോട്ട്സ് ഉണ്ട്. അതൊക്കെ അടിപൊളിയാണ് കാണാനായിട്ട്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് എഡിറ്റിംഗ്. എഡിറ്റർ വന്നിട്ട് ഷമീർ മുഹമ്മദ് ലെവലിനെ പറ്റിയിട്ട്. പക്ഷെ ഇതിന്റെ എഡിറ്റിംഗ് അത്രയും അടിപൊളിയായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. നല്ല ഈ പടം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള എഡിറ്റിംഗ് അതിന്റെ പ്രത്യേക ആള് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മ്യൂസിക്, BGM ആൻഡ് മ്യൂസിക്. ദിബു നയനാൻ തോമസ്. പുള്ളി കൂടുതലും തമിഴിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. മറ്റേ കാന, അതുപോലെ തന്നെ ചിത്ത, അങ്ങനെയുള്ള കുറച്ച് മൂവികളിലൊക്കെയാണ് ചെയ്തിട്ടുണ്ട്. ഇത് അടിപൊളിയാണ്. ഇതില് പാട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഈ പടത്തിന് നല്ല രീതിയിൽ അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് അത്രയും അഡ്വഞ്ചർ ആയിട്ടുള്ള ഓരോ സീനുകൾ കാണിക്കുന്ന സമയത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ പുള്ളി അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ശരിക്കും നമ്മൾ അതിലേക്ക് അത്രയും വലിയ ഇൻവോൾവ് ആവും. ആ മ്യൂസിക്കിൽ തന്നെ നമുക്കൊരു രോമാഞ്ചൊക്കെ വരുന്ന കുറെ സീനുകളുണ്ട്, പാട്ടുകളുണ്ട്. നല്ലൊരു റൊമാൻറ്റിക് സോങ് ഉണ്ട്. അതുപോലെ ക്ലൈമാക്സിൽ വൈക്കം വിജയലക്ഷ്മി ആയിട്ടുള്ള ഒരു പാട്ട്. മൊത്തം BGM മ്യൂസിക് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പറയുമ്പോൾ ടെക്നിക്കൽ ടീം എല്ലാ ടെക്നീഷ്യൻസും നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. അടിപൊളിയായിട്ട് അവരുടെ വർക്ക് അതെല്ലാം പടത്തിൽ നമുക്ക് ത്രൂ ഔട്ട് കാണാനും സാധിക്കുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പാൻ ഇന്ത്യ മൂവിയാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ 5 ഭാഷകളിലും നല്ല വമ്പം പുലികളാണ് ഫുൾ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ ഇവിടെ ചെയ്തിട്ടുള്ളത് മാജിക് ഫ്രെയിംസ് ആണ്. പിന്നെ ഇപ്പൊ പറയുമ്പോൾ തമിഴ്നാട്, തെലങ്കാന, കർണാടക, നോർത്തിലൊക്കെ ചെയ്തിട്ടുള്ളതും ഈ പറഞ്ഞ മെയിൻ ടീമുകൾ തന്നെയാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് പടത്തിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു 2 കാലഘട്ടം അല്ലെങ്കിൽ 2 ജനറേഷനെ സംബന്ധിക്കുന്ന 3 കാലഘട്ടം ഉണ്ട് കാണിക്കുന്നുണ്ട് പടത്തില്. 3 ജനറേഷനെ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരാളുടെ തന്നെ കൊച്ചുമകനെ അല്ലെങ്കിൽ കൊച്ചുമകനായിട്ട് കാണിക്കുന്നത്. 19ാം നൂറ്റാണ്ട് തുടക്കം, അതുപോലെ 1950-കൾ, 1990-കളിൽ വടക്കൻ കേരളത്തിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് കാണിക്കുന്നത്. അതിൽ 3 കഥകളിലും അല്ലെങ്കിൽ 3 ജനറേഷനിലും നായകന്മാരായിട്ട് വരുന്നത് ടൊവിനോ തന്നെയാണ്. കുഞ്ഞിക്കേളു, മണിയൻ, പിന്നെ കറങ്ങിൽ പ്രസന്റിലുള്ള അജയൻ. നിങ്ങൾക്ക് ആർക്കും പടം കാണുന്ന എല്ലാവർക്കും നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് മണിയന്റെ. അത് അസാധ്യമായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളത് ടൊവിനോ തന്നെയാണ് മൂന്ന് ചെയ്തിട്ടില്ലെങ്കിലും മണിയന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവൽ തന്നെയായിരുന്നു. പടത്തിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന ക്യാരക്ടർ മണിയന്റെ തന്നെയാണ്. പടത്തിലെ മെയിൻ ടൊവിനോ ഇതുപോലെ ഒരു അറ്റംപ്റ്റ് ഇനി നടത്തിയിട്ടില്ല. ഇനി അവന്റെ കരിയറിൽ തന്നെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ബെസ്റ്റ് ഫിലിമുമാണ് മണിയന്റെ ക്യാരക്ടർ. അജയന്റെ രണ്ടാം വർഷം എന്നുള്ള മൂവി അത്രയും നന്നായിട്ടാണ് ചെയ്തിട്ടുണ്ട്. ടൊവിനോ മാത്രമല്ല, ടൊവിനോടെ കൂടെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരുപാട് ജനറേഷനിൽ 3 നായകന്മാരുണ്ട്. അതിൽ ഐശ്വര്യ രാജേഷാണ് ഫസ്റ്റ്. അതിൽ കുറച്ച് റോളുള്ളൂ, കുഴപ്പമില്ല, അവർ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ അത് എടുത്തു പറയേണ്ട ഒരാളാണ് സുരഭി ലക്ഷ്മി. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് ടൊവിനോയുടെ പോലെ തന്നെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് സുരഭി ലക്ഷ്മിയുടെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ത്രൂ ആയിട്ടായിട്ട് അവര് സീനിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ കൃതി ഷെട്ടി തെലുങ്ക് നടിയാണ്.
അവരെ വേറെ പടങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ ഒരുപാട് റീൽസിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ ഒരു പെൺകുട്ടിയായിരിക്കും. ചെറിയ കുട്ടിയാണ്, 20 വയസ്സങ്ങടായിട്ടുള്ളൂ എന്നാണ് കാണിക്കുന്നത്. കാണിക്കുന്നത്. പക്ഷെ അടിപൊളിയാണ് അവരുടെ റൊമാൻസ് സീനുകൾ. അവർക്കൊരു സോങ് ഉണ്ട്, ടോവിനായിട്ടുള്ള ഒരു സോങ് ഉണ്ട്, അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോങ്ങും അടിപൊളിയാണ്, അതിന്റെ വിഷ്വലൈസേഷൻ, സീക്വൻസ് ഒക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇന്റിമസി എല്ലാം സൂപ്പറാണ്. നല്ലൊരു മലയാളിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത്രയും നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്ടിങ്ങും. ടോട്ടൽ പറയുമ്പോ മമിത ബൈജാണ് കൃതി ശെട്ടിക്ക് ഡബ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതും നമുക്ക് അങ്ങനെ മമിതയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും, കാരണം നല്ലൊരു സിങ്ക് ആയിട്ട് പോകുന്നുണ്ട്, ഒരു ഡബിങ് ആയിട്ടും തോന്നി. പിന്നെ ഒരുപാട് ജഗദീഷ് ഉണ്ട്, പിന്നെ സുധീഷ്, ബേസിൽ ജോസഫ്, ബേസിലൊക്കെ നല്ല റോളാണ്, ത്രൂഔട്ട് റോളാണ്. രോഹിണിയുടെ ഒക്കെ ഒരു ക്ലൈമാക്സിലൊക്കെ സീനൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല സീനുകളാണ്. മൊത്തത്തില് വെൽ പാക്ഡ് ആയിട്ടുള്ള ഒരു മൂവി. നമ്മൾ ഈ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള നാടോടി കഥകൾ അല്ലെങ്കിൽ മുത്തശ്ശി കഥകളൊക്കെ നമുക്ക് വിഷ്വലി നമുക്ക് സൗണ്ട് എഫക്ട്സും എല്ലാം കൂടിയിട്ട് നല്ലൊരു ട്രീറ്റ് ആണ് നമുക്ക് ഈ വിഷ്വലി പറഞ്ഞപ്പോഴാണ് മെയിൻ ആയിട്ട് എല്ലാവരും ഇത് 3D അവൈലബിൾ ആയിട്ടുള്ള തിയേറ്ററിൽ പോയി കാണുക. കാരണം അതിന് വേണ്ടി മാത്രമുള്ള ഒരുപാട് ഷോട്ടുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവര്. അപ്പൊ അത് എന്തായാലും മിസ് ഔട്ട് ചെയ്യാണ്ട് 3D തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. അപ്പൊ എല്ലാവരും ഓണമായിട്ട് ഇങ്ങനെ നല്ലൊരു പടം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് പടങ്ങൾ ഇറങ്ങാനുണ്ട്. നമ്മളെല്ലാ പടത്തിനും റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. മാക്സിമം നമ്മൾ കണ്ട് പറ്റാവുന്ന റിവ്യൂ ഒക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. എന്തായാലും അജയന്റെ 2ാം മോഷണം ടോവിനോയുടെ കരിയറിലെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിമാണ്. എല്ലാവരും പോയി എന്തായാലും തീർച്ചയായിട്ടും കാണണം, തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. സോ നമ്മൾ ഇനിയും വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു. താങ്ക് യു. ബൈ.